കഴിയാത്തവരും പല വഴികളും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടും അതിനുള്ള ആരോഗ്യവും ഊർജവും എല്ലാം ഉണ്ടായിട്ടും നമ്മളത് തള്ളിക്കളയും. എങ്കിലും വലിയ അപകടങ്ങളിലൊന്നും പെടാതെ നമ്മുടെ മുൻഗാമികളായ വല്യുപ്പമാര് വളരെയധികം ദീനിയായി ജീവിച്ചതുകൊണ്ട് അവരിൽ നിന്ന് അല്പമൊക്കെ ദീൻ കാണാനും കേൾക്കാനും പഠിക്കാനും നമുക്ക് അവസരം ലഭിച്ചു. മദ്രസയിൽ പോകാനും നമുക്ക് അവസരം ലഭിച്ചു. ഇനി വളർന്നു വരുന്ന നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ, നമ്മുടെ എല്ലാമായ സമ്പത്ത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ ഓടിക്കളിക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ്. നമ്മുടെ മക്കളാണ്, നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്ന മക്കളാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രക്ഷിതാക്കൾക്കാണ് ആ സന്തോഷത്തിന് ഒരുപാട് ആയുസ് കിട്ടിയിട്ടുള്ളത്? എത്ര രക്ഷിതാക്കൾക്കാണ് മക്കളുടെ ആ സന്തോഷം കാണാൻ എത്ര രക്ഷിതാക്കൾക്ക് പരിപൂർണമായി അതിന് ആയുസ് ലഭിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞത് ഇവിടെ വയസ്സിൻ്റെ ആയുസ്സല്ല, മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ മക്കൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഇസ്ലാം എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് അവർ അറിയാതെ പോകുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോളും എന്നുള്ള ചിന്തയിലിരിക്കുന്ന ഇന്നത്തെ രക്ഷിതാക്കൾ, ഇത് വലിയ ഒരു ചർച്ചാ വിഷയം മാറേണ്ടത് അതിൻ്റെയൊക്കെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ലഹരിക്കെതിരെ വലിയ ഒരു പദ്ധതി നടപ്പിലാക്കുകയും രണ്ട് ദിവസം കൊണ്ട് തന്നെ കോടാനുകോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളും ലഹരികളും MDMA തുടങ്ങിയ ലഹരി രാസവസ്തുക്കൾ കണ്ടെടുക്കുകയും ഒരുപാട് കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വെറും 48 മണിക്കൂർ കൊണ്ട്. അങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ തൂഫാൻ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ നടത്തേണ്ടതായ സമയം എന്നോ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ നാം, മുഅ്മിനീങ്ങളായ നാം സ്വയം നടത്തേണ്ട ഓപ്പറേഷൻ തൂഫാൻ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിൽ കയറിയിരിക്കുന്ന ലഹരി മരുന്നുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ മനസ്സുകളിലും ചിന്തകളിലും അടിയുറച്ചിരിക്കുന്ന ഹറാമുകളെ കെട്ടഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയില്ലെങ്കിൽ നമുക്കറിയാം എത്രമാത്രമാണ് ദീനിയായിക്കൊണ്ട് ഇന്ന് ഓരോ ഭാഗങ്ങളിലും നമ്മുടെ മുസ്ലിം ഉമ്മത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ബഹുമാനപ്പെട്ട സഹാബി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ദീനിയായിക്കൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു മനുഷ്യനായി നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ, 7ാമത്തെ വയസ്സ് മുതൽ അവരെ നിങ്ങൾ അതിനു വേണ്ടി പ്രാപ്തരാക്കിക്കൊള്ളു. മാക്സിമം 14 വയസ്സ് വരെ. 7 വയസ്സ് വരെ മക്കളെ കളിക്കാൻ അനുവദിക്കണം. അതിൻ്റെ അർത്ഥം 7 വയസ്സ് കഴിഞ്ഞാൽ കളിക്കാൻ വിടണ്ടെന്നല്ല, മക്കളെ കൂടെ കളിക്കണം 7 വയസ്സ് വരെ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എങ്കിലും ഓർമ്മപ്പെടുത്തേണ്ട അനിവാര്യത കൂടിയപ്പോൾ വീണ്ടും ഒരു ഉണർത്തലായിക്കൊണ്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ട സഹാബി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളതാരും വിട്ടുപോകരുത്. 7ാമത്തെ വയസ്സ് മുതൽ ദീൻ എന്താണെന്നും എങ്ങനെയാണ് ഹബീബായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിലൂടെ ജീവിച്ചതെന്നും ജീവിതം കൊണ്ട് എന്തൊക്കെ മാർഗനിർദ്ദേശ രേഖകളാണ് മുത്തുനബി നമ്മളെ കാണിച്ചതെന്നും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ട പ്രായം 7 to 14 14 കഴിഞ്ഞ് 15 കഴിഞ്ഞ് 16 എത്തുമ്പോഴാണ് ഒരു രക്ഷിതാവിന് ബോധമുണ്ടാവുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവിടെ അവൻ പിന്തിരിഞ്ഞു ഇസ്ലാമിലേക്കും പരിശുദ്ധ ദീനിൻ്റെ ആ ഒരു ചിട്ടകളൊക്കെ പഠിക്കാൻ ചിലപ്പോൾ സമയമെടുക്കും, ബഹുഭൂരിഭാഗം സമയമെടുക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കാൻ സാധ്യതയില്ല, അതിലേക്ക് ഒരു മൈൻഡ് കൊടുക്കാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തോട്, ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം മുതൽ ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തോട്ട്. ഞാൻ ഒരിക്കലും ഇവിടെയുള്ള ആളുകളെ താഴ്ത്തി പറയുകയില്ല. കാരണം മോഡേണിസം ട്രെൻഡുകൾ വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു ഭാഗമാണിത്. എവിടെ ട്രെൻഡ് വന്നാലും അതിൻ്റെ ആദ്യപടി നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള സിറ്റികളിലായിരിക്കും അത് കൂടുതലായിട്ട് വരിക.
ഇവിടുന്നൊക്കെ ട്രെൻഡായി 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് മറ്റുള്ള നാട്ടിൻപുറങ്ങളിലേക്ക് അത് എത്തുന്നുള്ളൂ, വടക്ക് ഭാഗങ്ങളിലോട്ടൊക്കെ അത് എത്തുന്നുള്ളൂ. നമ്മളെപ്പോഴും കാണുന്നതാണ് ഭക്ഷണത്തിലൂടെയുള്ള, വസ്ത്രത്തിലൂടെയുള്ള, സ്വഭാവ മാറ്റത്തിലൂടെയുള്ള ട്രെൻഡുകൾ നല്ലതാണ്. ട്രെൻഡുകൾ നല്ലതാണ്, അത് നല്ല ട്രെൻഡായിരിക്കണമെന്ന് മാത്രം. പഴയ കാലത്ത് നല്ല ഇറക്കമുള്ള നെരിയാണി പോലും കാണാത്ത രീതിയിൽ, നല്ല നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചന്തി വെളിവാകുന്ന രീതിയിൽ അകത്തിട്ടിരിക്കുന്ന വസ്ത്രം മുകളിലിടേണ്ട വസ്ത്രം അടിയിലേക്കും ഇറക്കി ഏകദേശം ഒരു സൂപ്പർമാൻ മോഡലിൽ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരോ കൊണ്ടുവന്ന ട്രെൻഡാണത്. കുറേ കാലം അതിൻ്റെ പിന്നാലെ ജനങ്ങൾ പോയി. ആരാണോ ആ കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്ന ആൾക്ക് എത്ര കാലം അത് പോയി, അത്രയും കാലത്തെ ശിക്ഷ ആ കൊണ്ടുവന്ന ആൾക്ക് ഒരു ഓഹരി അള്ള കൊടുക്കും. ഓനാണല്ലോ കൊണ്ടുവന്നത്. ആരാണോ ട്രെൻഡാക്കിയത്, ആ ട്രെൻഡാക്കിയവൻ ചെയ്ത ആൾക്കാർക്ക് കിട്ടൂല എന്നല്ല, ഓൾക്ക് കിട്ടണമെന്നൊരു ഓഹരി ശിക്ഷ തുടങ്ങിയ ആൾക്ക് കിട്ടും. അതാണ് ഈ ട്രെൻഡിന്റെ വിഷയം. തുടങ്ങിയ ആൾക്ക് അതിന്റെ ഭവിഷ്യത്ത് കിട്ടും. അൽഹംദുലില്ലാ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ട്രെൻഡ് മാറി. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം, അത് ട്രെൻഡായി മാറി. ദീനിയായ വസ്ത്രം അങ്ങനെ തന്നെ, നെരിയാണിക്ക് മുകളിൽ ധരിക്കുന്നതാണ് വസ്ത്രം. അതിപ്പോ ദീനിയായ ഉദ്ദേശത്തിൽ തുടങ്ങിയതല്ലെങ്കിൽ പോലും അതൊരു ട്രെൻഡാക്കി മാറ്റിയില്ലേ. അതിൻ്റെ പേരിൽ ആ ട്രെൻഡ് തുടങ്ങിയ ആൾക്ക് അതിൻ്റെ കൂലിയോടെ കിട്ടും. ആരൊക്കെ ചെയ്യുന്നു, ആ ചെയ്യുന്നതിൻ്റെ ഒരു കൂലി ആ മനുഷ്യന് കിട്ടും. അതാണ് ട്രെൻഡ് കൊണ്ടുള്ള അപകടവും ദൂഷ്യഫലവും. ഭക്ഷണത്തിൻ്റെ ട്രെൻഡുകൾ നല്ലതാണ്. പല പല ഹോട്ടലുകൾ ആരംഭിക്കുന്നു, നല്ല നല്ല ഭക്ഷണങ്ങൾ. നമ്മൾ നിത്യമായി കഴിക്കുന്ന ചിക്കൻ തന്നെയാണ്, പക്ഷെ ഇതിനെ പല പേരുകളും പല കോലത്തിലേക്ക് മാറ്റി ബ്ലോഗർമാർ അതിനെ ഭംഗി കൂട്ടി മോടി കൂട്ടി അതിങ്ങനെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. നമ്മളത് പോയിട്ട് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. അതിലൊന്നും ഇസ്ലാം യാതൊരുവിധ എതിർപ്പും പറയുന്നില്ല. എതിർപ്പ് പറയുന്നത് നിങ്ങൾ പോകുന്ന ഹോട്ടൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാണോ, അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഹറാമായ ഭക്ഷണം ഒരു തരി വയറ്റിലെത്തിയാൽ പിന്നെ ദുആക്ക് ഉത്തരം കിട്ടില്ല. എങ്ങനെ ദുആന്നിട്ടും കാര്യമില്ല. തഹജ്ജുദിന് നല്ല വലിയ പെരുന്നാൾ വന്നിട്ടില്ല, റമദാൻ 30 ദിവസവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലിരുന്നാൽ പോലും ഹറാമാണ് വയറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ദുആക്ക് ഉത്തരമില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിഞ്ഞുകൊണ്ട് കയറ്റുമ്പോഴാണ് ഈ വിഷയം വരുന്നുള്ളൂ. നമുക്കറിയാം ഇന്ന കട, ഇന്ന ഹോട്ടൽ, ഇന്ന ആളുകളുടേതാണ്. അവര് മാംസം മേടിക്കുന്നത് ഇന്ന കടയിൽ നിന്നാണ്. അവിടെ അറക്കുന്ന രീതി ശരിയല്ല, എന്നാലും കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ മെയിൻ വിഷയം. ടേസ്റ്റ് കൂടുതൽ നമ്മളെ അവിടെ എത്തിച്ചാൽ നമ്മുടെ ശിക്ഷക്കും ടേസ്റ്റ് കൂടും, ജീവിതത്തിൻ്റെ അപകടങ്ങൾക്കും ടേസ്റ്റ് കൂടും. അവിടെയാണ് വിഷയം വരുന്നത്. എന്ത് ട്രെൻഡ് ഭക്ഷണം വന്നാലും നിങ്ങളത് കഴിച്ചോളൂ. കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, ഹലാലാണോ? ഇത് മുസ്ലിംസിൻ്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല, അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. ഹിന്ദുവാണ് കട നടത്തുന്നത്, ക്രിസ്ത്യനാണ് കട നടത്തുന്നതെങ്കിലും അവർ മേടിക്കുന്ന മാംസം ഒരു മുസ്ലിം അറുത്ത മാംസമാണ്, ബിസ്മി ചൊല്ലി അറുത്ത മാംസമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹറാമായ ഭക്ഷണം വയറ്റിലെത്തിയാൽ നമ്മൾ പള്ളിയിൽ വരുന്നതും ദുആ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകും. പിന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. അള്ളാഹ്ക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഉറപ്പ് മുത്തുനബി പറഞ്ഞു, നിങ്ങളുടെ ദുആക്ക് അള്ളാഹിന്റെ മുന്നിൽ കരഞ്ഞാൽ ഉത്തരണ്ട് എന്ന് ഉറപ്പാണ്. ആ ഉറപ്പ് എവിടെയാണ്? ഹലാലായ ഭക്ഷണം കയറുന്നോടത്താണ് ആ ഉറപ്പ്. അല്ലാത്തോടത്ത് ആ ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കണം. കുറച്ച് വലുതായിട്ട് കുട്ടികളൊക്കെ ബൈക്കെടുത്ത് പോകാൻ നടക്കുന്ന പ്രായത്തിൽ പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷെ അവരത് കേൾക്കും, പക്ഷെ അതനുസരിക്കണമെന്നില്ല. അതുകൊണ്ട് 7 to 14 വയസ്സിൻ്റെ ഉള്ളിൽ ദീൻ എന്താണെന്നുള്ള ഏകദേശ ബോധം കുട്ടികളെ പഠിപ്പിക്കണം. ഏതൊക്കെ ഭക്ഷണം കഴിക്കാം, ഏതൊക്കെ കഴിക്കാതിരിക്കാം, കഴിക്കേണ്ടതും അല്ലാത്ത ഭക്ഷണങ്ങൾ വ്യക്തമായിക്കൊണ്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം, ഹറാമായത് എൻ്റെ മോനെ, എൻ്റെ മോളെ ജീവിതത്തിൽ കഴിച്ചു പോകരുത്. നിന്റെ ദുആക്ക് ഉത്തരം കിട്ടില്ല, നിന്നിലൂടെ ജനിക്കുന്ന മക്കൾക്കും അവർക്കും ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഒരു ഭക്ഷണത്തെയും കുറ്റപ്പെടുത്തരുത്. പണ്ടുള്ള ആളുകളൊക്കെ എന്ത് കിട്ടിയാലും കഴിച്ചിരുന്നു. ഇന്ന് അങ്ങനെയാണോ? മക്കൾക്ക് ഇഷ്ടമുള്ളത്
കിട്ടില്ലെങ്കിൽ കഴിക്കില്ല. അതിന് പറ്റിയ രക്ഷിതാക്കളും എന്താണോ അവർക്ക് വേണ്ടത് അതാണ് വാങ്ങിച്ചു കൊടുക്കുക. കുറച്ചൊക്കെ ത്യാഗം സഹിക്കാനും മക്കളെ പഠിപ്പിക്കണം. ബുദ്ധിമുട്ടിക്കാനല്ല പറയുന്നത്. ദിവസവും ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കി നാളെ ദോശ ഉണ്ടാക്കിയ കുട്ടികൾ ചൂടാവും. നമ്മൾ നാളെ ദോശ ഉണ്ടാക്കുന്നത് ആഗ്രഹം ഉണ്ടായിട്ടല്ല, നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല. അപ്പൊ അത് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇന്നുകൂടെ എൻ്റെ ഹബീബായ തങ്ങൾ 3-ൽ കൂടുതൽ ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാതെ. ലോകത്തിന്റെ രാജകുമാരൻ ഉഹദ് മല പോലും പറഞ്ഞു പോയി, നബിയെ ഞാനന്ന് സ്വർണമായി മാറിക്കോട്ടെ, നബിയെ അങ്ങക്ക് വേണ്ടി ഞാൻ സ്വർണമായി മാറട്ടെ എന്ന് ഉഹദ് മല ചോദിച്ചിട്ട് പോലും സമ്പത്തിനോട് ആർത്തി കാണിച്ചിട്ടില്ല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നബിയുടെ ഉമ്മത്താണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ മോനെ, എൻ്റെ മോളെ, ഒരു ദിവസമൊക്കെ ക്ഷമിക്കാൻ പഠിക്കും. ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ജനങ്ങളും ഇന്ന് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് പഠിക്ക് എന്ന് 14 വയസ്സിന് മുമ്പേ ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭക്ഷണമില്ലാതെ വീട്ടിലൊരു അവസ്ഥ വന്നാലും വസ്ത്രമില്ലാതെ വീട്ടിലൊരു അവസ്ഥ വന്നാലും അതിനോട് പൊരുത്തപ്പെടാൻ കുട്ടികൾ പഠിക്കും. ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന, അല്ലാതെ ഹദീസ് നോക്കിയിട്ട് മാത്രം പറയുന്നതല്ല. എത്രയോ തെളിവുകൾ ഞങ്ങളുടെ ദിവസ ജീവിതം കൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ വീട്ടിൽ പൊരുത്തപ്പെട്ടു പോണത്. കാശുണ്ടായിട്ടും ചില സമയത്ത് മേടിക്കാൻ, ചിലപ്പോൾ വല്ല മഴയോ വാഹനം കിട്ടാതെ വരികയോ ഒക്കെ വന്നിട്ട് ഭക്ഷണം മേടിക്കാൻ പറ്റാതെ അതിനോട് പൊരുത്തപ്പെടുന്ന കുട്ടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായ സമയത്ത് ആ ഇൽമ് കിട്ടിയത് കൊണ്ടുള്ള ഗുണമാണത്. അതുകൊണ്ട് ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കാൻ നിബിധങ്ങളെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കണം. ബനി ഹിലാൽ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ പുണ്യ നബിക്ക് ഉടുമ്പിനെ ഒരു ദിവസം പൊരിച്ചുകൊണ്ടേ കൊടുത്തു. ഉടുമ്പ് പൊരിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ നിബിധങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു ഭക്ഷണത്തെയും പുണ്യ നബി കുറ്റം പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ചെയ്യാ? ആവശ്യമുണ്ടായി കഴിക്കും, ഇല്ലെങ്കിൽ ഒഴിവാക്കും. ഇതെന്ത് ഭക്ഷണമാണ്, എന്താണ് ഇതിങ്ങനെ? അതൊന്നും നിബിധങ്ങളുടെ വായിൽ നിന്ന് വരില്ല. ഉടുമ്പ് പൊരിച്ചു കൊടുത്തപ്പോൾ നിബിധങ്ങൾ അത് കഴിച്ചില്ല. നിബിധങ്ങൾ പറഞ്ഞു, ഞാൻ ഖുറൈശിൽപ്പെട്ട ആളാണ്, ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു സമ്പ്രദായം ഇല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. അപ്പോൾ ബഹുമാനപ്പെട്ട സഹാബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി അത് ഹറാമാണോ? ആ ഭക്ഷണം ഹറാമാണോ? നിബിധങ്ങൾ പറഞ്ഞു, ഹറാമല്ല. ഇത് കേട്ടതും ഖാലിദ് റളിയല്ലാഹു അൻഹു ആ പ്ലേറ്റിലുള്ള ഉടുമ്പ് മുഴുവൻ ഒറ്റയ്ക്ക് കഴിച്ചു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഭക്ഷണം ഏതാണെന്ന് അത് കരുതി ഉടുമ്പിനെ കഴിക്കൽ ഹലാലാണെന്ന് മരട് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് പുറത്തേക്ക് പോയത്, അത് പ്രശ്നം വേറെയാണ്. ഞാൻ പറഞ്ഞത് ദീനിയായ വിഷയം, ഇസ്ലാമികപരമായ നിയമമാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തെ നമ്മൾ ഏതൊക്കെ രീതിയിൽ മക്കളെ നമ്മൾ എങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ പഠിപ്പിക്കുന്ന അധ്യായങ്ങൾ മൊത്തം മുത്ത് നബിയുടെ ജീവിത പാഠം കൊണ്ട് പറഞ്ഞു കൊടുത്ത പാഠങ്ങളായിരിക്കണം. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 14 വയസ്സിൻ്റെ ഉള്ളിൽ മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്താൻ നമ്മൾ അതിൻ്റെ രക്ഷിതാക്കൾ ബാധ്യസ്ഥരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമുക്കൊക്കെ ദീനി പാരമ്പര്യം തന്ന നമ്മുടെ മുൻഗാമികളായ ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾ, അള്ളാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയുടെ അപ്പുറത്തുള്ള പള്ളിയുടെ വീട്, ആ വീട്ടിൽ താമസിക്കുന്ന നബീൽ എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പ ഇന്ന് രാവിലെ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം, വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ ഖബറിൽ ചോദ്യമില്ല എന്ന് പഠിപ്പിച്ച പുണ്യനബി, അത്തരക്കാരിൽ അല്ലാഹു അദ്ദേഹത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.